ഒരു വേദനയുടെ ഒരു കാര്യം പറയട്ടെ. ഒരു മതസംഘടനക്ക് പത്രത്തിന്റെ ആവശ്യം ഇല്ല. നമ്മുടെ ഒരു ജിഹയാണ് സുപ്രഭാതം, നിങ്ങൾക്കറിയാം. അവർ മതസംഘടന എന്നതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ മാത്രമാണ് അവർ പത്രം ഉണ്ടാക്കുക. എന്തുകൊണ്ട്? മതസംഘടന ജനങ്ങളെ ക്ഷണിക്കുക പരലോകത്തെ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്. സിറാത്തുൽ മുസ്തഖീമിനെ വളർത്താൻ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഒരു പത്രത്തിന്റെ ആവശ്യം ഇല്ല. സുപ്രഭാതം അത് വന്നതിന്റെ ശേഷം നമുക്ക് ഒരുപാട് ഉണർവുണ്ടായിട്ടുണ്ട്. പത്രം എന്നത് എപ്പോഴും പൊളിറ്റിക്കൽ ടൂളാണ്, അതൊരു അധപ്പതനാണ്. ഒരുപാട് സംഗതി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്, നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒരു മതസംഘടനക്ക് പത്രമുണ്ടാകുന്നത് ഒരു അധപ്പതനമാണ്, മൈലേജ് കിട്ടിയിട്ടുണ്ട്. മതപരമായ അധപ്പതനം. പകരം അവർക്ക് എന്ത് കിട്ടും? മൈലേജ് കിട്ടിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇംപ്രൂവ്മെന്റ്സ് കിട്ടും. എന്ത് കിട്ടൂല? പുറകോട്ട് പോകൽ മാത്രമല്ല, അവർക്കിടയിൽ ഭിന്നത ഉണ്ടാകാനേ ഈ പത്രത്തിന് കഴിയൂ. ഇപ്പോൾ ചില ഭാഗത്തു നിന്നൊക്കെ ചില എതിർപ്പുകൾ ആരുടെ ഭാഗത്തു നിന്നുള്ള നമ്മളെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്താ. സങ്കടം കൊണ്ട് പറയാം, ഒരിക്കലും ലോക ചരിത്രത്തിൽ എന്ന് മാത്രമല്ല, പത്രങ്ങൾ ഗീബത്തും നമീമത്തുമാണെന്ന് പറയുന്നതായിരുന്നു സൂക്ഷ്മശാലികളായ ഉലമാക്കൾ. മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒരു മതസംഘടന, ഒരു പണ്ഡിത സംഘടന പാണ്ഡിത്യ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് ഒരു സാമുദായിക പാർട്ടിയായി തരം താഴാൻ തയ്യാറെടുക്കുമ്പോൾ മാത്രമേ അവരൊരു പത്രവുമായി മുന്നോട്ട് പോകൂ. മൈലേജ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ വീക്ഷണം. മൈലേജ് കിട്ടിയിട്ടുണ്ട്. എന്നെ ദയവായി പറയാൻ അനുവദിക്കൂ. എന്തുകൊണ്ട് ഒരു പത്രത്തിന്റെ ആവശ്യം ഒരിക്കലും ഒരു റിലീജിയസ് ഗ്രൂപ്പിന് ഇല്ല. മൈലേജ് കിട്ടിയിട്ടുണ്ട്. കാരണം അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത് സിറാത്തല്ലദീന. പത്രം വായിച്ചാൽ എന്ത്? മൈലേജ് കിട്ടിയിട്ടുണ്ട്. പത്രം വായിച്ചില്ലെങ്കിൽ എന്ത്? മൈലേജ് കിട്ടിയിട്ടുണ്ട്.